മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിലായ ജഡ്ജിക്ക് നടിയാക്രമണ കേസിൽ വിധി പറയാൻ അർഹതയുണ്ടോ? ദിലീപിനെ ഉൾപ്പെടെ വെറുതെ വിട്ട നടപടി നിയമപരമായി നിലനിൽക്കുമോ? സർക്കാരിന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ നൽകിയ നിയമോപദേശം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് രണ്ട് തരം സമീപനമാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് നിയമോപദേശത്തിലുള്ളത്. കേസിൽ ഇനി എന്താകും സർക്കാരിൻ്റെ നീക്കം? കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകുമോ? ഇതോടൊപ്പം ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കി സുഹൃത്ത് ജോബിയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞത് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ ജഡ്ജിയാണ്. അതിനാൽ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് സർക്കാരിന് നൽകിയ നിയമോപദേശത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. ദിലീപിനെ വെറുതെ വിടാൻ തയ്യാറാക്കിയ വിധിയെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനിയടക്കം 6 പേരെ ശിക്ഷിച്ചപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ ഇതേ മൊഴികളിൽ കോടതി അവിശ്വസിച്ചു. പ്രോസിക്യൂഷന്റെ തെളിവുകളെ പക്ഷപാതപരമായാണ് കോടതി സമീപിച്ചതെന്നും ആരോപണമുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വേളയിലുടനീളം പക്ഷപാതപരമായും വിവേചനപരമായുമാണ് കോടതി പെരുമാറിയതെന്ന് എടുത്തു പറയുന്നു പ്രോസിക്യൂഷൻ. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയെന്ന ഉദ്ദേശത്തോടെ മാത്രം എഴുതിയതാണ് വിധി. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെയുള്ള സാക്ഷിമൊഴികളെല്ലാം അതേപടി അംഗീകരിച്ച കോടതി മൊഴിയിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ മാത്രം തള്ളി. ഇവ പരിശോധിക്കുവാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. തെറ്റായ വ്യാഖ്യാനം ചമച്ച് ദിലീപിനെ രക്ഷിക്കാൻ സാക്ഷിമൊഴികളെല്ലാം വസ്തുതാവിരുദ്ധമായി വിധിയിൽ ഉദ്ധരിച്ചു. ദിലീപിന് ദോഷം വരാതിരിക്കാൻ പൾസർ സുനിക്കെതിരെ ചുമത്തിയ ചില വകുപ്പുകൾ പോലും ഒഴിവാക്കി. 1709 പേജുകളിൽ അനാവശ്യവും അപ്രസക്തവുമായ കാര്യങ്ങൾ വിസ്തരിച്ചു പറയുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിൽ തുടരുന്ന ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ വളച്ചൊടിച്ച് തെറ്റായി വിധിയിൽ ചേർത്തെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന തരത്തിൽ വിധിയിൽ പരാമർശങ്ങളുമുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതിയും നൽകിയിട്ടുണ്ട്. ഈ മാസം 20-നുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് ജോബി ജോസഫിന്റെ കൈവശം കൊടുത്തുവിട്ട പൊതിയിൽ എന്തായിരുന്നു? അതിജീവിതയ്ക്ക് നൽകിയത് ഗർഭചിത്രത്തിനുള്ള മരുന്നായിരുന്നു. അതിജീവിതയ്ക്ക് താനൊരു പൊതി കൈമാറിയിരുന്നുവെന്നാണ് ജോബി ജോസഫിന്റെ മൊഴി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും രാഹുലിൻ്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടതെന്നും ജോബി പറയുന്നു. ഗർഭചിത്രം നടത്താൻ ഗുളിക കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ 2ാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉരുക്കായേക്കും. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണ് എന്നായിരുന്നു പരാതിക്കാരിയുടെ മൊഴി. പത്തനംതിട്ടയിലെ യുവ വ്യവസായിയാണ് ജോബി ജോസഫ്. രാഹുലിന്റെ അടുത്ത സുഹൃത്തായ ജോബിയാണ് ഗർഭചിത്രത്തിനുള്ള മരുന്നെത്തിച്ചതെന്ന് യുവതിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നു. ഈ മൊഴി ശരിവയ്ക്കുന്നതാണ് ജോബിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. യുവതിയുടെ മൊഴിയിൽ പറയുന്ന ഗുളികകൾ ഡോക്ടറുടെ കുറിപ്പടിയോടും നിയമപരമായ മാർഗനിർദ്ദേശങ്ങളോടും കൂടി മാത്രമേ നൽകാൻ പാടുള്ളൂ. എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് യുവതിക്ക് മരുന്നുകൾ കൈമാറിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു.
ജാമ്യം ലഭിച്ച ജോബിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഫോൺ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോബിക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ ഫോൺ കൊണ്ടുവരാത്തതിനെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരാണും പെണ്ണും തമ്മിൽ പ്രണയിക്കുന്നത് തെറ്റാണോ? പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും നിയമപരമായി ഇതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പ്രണയം നടിച്ച് പീഡിപ്പിക്കുന്നതും ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതും കുറ്റകരമാണെന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇല്ലലെ ഏത് ഉന്നതനാണെങ്കിലും പണി കിട്ടും കേട്ടോ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ CASF ഉദ്യോഗസ്ഥന് കുരുക്കായത് സഹപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ്. ഉത്തർപ്രദേശ് സ്വദേശി സുമിത് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് വനിതാ ഉദ്യോഗസ്ഥ പരാതി നൽകിയത്. മുംബൈ പോലീസ് തിരുവനന്തപുരത്തെത്തിയാണ് CASF SIയെ അറസ്റ്റ് ചെയ്തത്. സഹപ്രവർത്തകയായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ CISF SI അറസ്റ്റിലായത്. വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം SIയും ഉത്തർപ്രദേശ് ബാഗ്പത് നഗ്ലിയ വില്ലേജ് സ്വദേശിയുമാണ് അറസ്റ്റിലായ 29-കാരൻ സുമിത് അമിർപാൽ പൻവീർ. മുംബൈ നിർമ്മൽ നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ ദീപക് ഖരാഡെയും സംഘവുമാണ് സുമിത്തിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം മുംബൈ വിമാനത്താവളത്തിൽ ജോലി ചെയ്യവെയാണ് ഇയാൾ സഹപ്രവർത്തകയായ ഉദ്യോഗസ്ഥയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചത്. അടുത്തിടെയാണ് സുമിത് അമർപാൽ സ്ഥലം മാറി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇയാൾ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതറിഞ്ഞാണ് പീഡനത്തിനിരയായ വനിതാ ഉദ്യോഗസ്ഥ പോലീസിന് പരാതി നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പോലീസ് സംഘം CISFന്റെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ച ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ വലിയതുറ പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കോടതിയിലും ഹാജരാക്കിയ ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യം എത്ര സംസ്ഥാനങ്ങളിലുണ്ട്? ഓടുന്ന വാഹനത്തിലും പൊതുസ്ഥലത്തുമൊക്കെ പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന കാഴ്ച. ഭയത്തോടെയാണ് ഇവിടെ സ്ത്രീ സമൂഹം ജീവിക്കുന്നത്. UPയിലെ കാൺപൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത് SIയും സുഹൃത്തും ചേർന്നാണ്. കേസിൽ യൂട്യൂബറായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതിയായ SI അമിത് കുമാർ ഒളിവിലാണ്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് DCPയെ സ്ഥലം മാറ്റുകയും SHOയെ സസ്പെൻഡ് ചെയ്തു. കാൺപൂരിൽ 14-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകനും യൂട്യൂബറുമായ ശിവ് ബാരൻ യാദവാണ് അറസ്റ്റിലായത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന SI അമിത് കുമാർ മൗര്യ ഒളിവിലാണ്. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് വിവരം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച സ്കോർപിയോ SIയുടേതാണ്. ഈ വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതിയെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമാക്കുകയാണ് കാൺപൂർ പോലീസ്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് നടക്കുമ്പോൾ ഒരു SUV തന്റെ അരികിൽ നിർത്തിയതായി പെൺകുട്ടി മൊഴി നൽകി. പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി. പോലീസ് യൂണിഫോം ധരിച്ച ഒരാളാണ് വാഹനം ഓടിച്ചിരുന്നത്. റെയിൽവേ ട്രാക്കിന് സമീപം ഒറ്റപ്പെട്ട സ്ഥലത്തുവച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ വീടിന് സമീപം ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ശേഷമാണ് പെൺകുട്ടിയെ ഇവർ തിരികെ എത്തിക്കുന്നത്. പരിക്കേറ്റ പെൺകുട്ടിയെ സഹോദരനാണ് ആദ്യം കാണുന്നത്. തുടർന്ന് ഉടൻ ആശുപത്രിയിലെത്തിക്കുകയും പരാതി നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടതിന് ശേഷം മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. FIRൽ ആദ്യം പോലീസ് യൂണിഫോം ധരിച്ച പ്രതിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. ഇരയുടെ ആരോപണങ്ങൾ അവഗണിച്ചതായും പ്രാഥമിക അന്വേഷണം നടത്താൻ മുൻകൈയെടുത്തില്ല എന്നും പ്രധാന പ്രതിയായ SIക്ക് ജില്ല വിട്ടുപോകാൻ മതിയായ സമയം നൽകിയതായും
വ്യക്തമായതോടെയാണ് 2 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചത്. പോലീസ് കമ്മീഷണർ രഘുബീർ ലാൽ ആണ് DCP ദിനേശ് ചന്ദ്ര ത്രിപാഠിയെ സ്ഥലം മാറ്റുകയും സച്ചണ്ടി SHO വിക്രം സിംഗിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഒളിവിൽ പോയ SIയെ പിടികൂടുന്നതിനായി 4 സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നതായും കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് 18 ഉത്തർപ്രദേശ്. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ സാഹസികമായി പിടികൂടുന്ന കേരള പോലീസിനെ കുറിച്ച് പലപ്പോഴും അഭിമാനത്തോടെയാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടാൻ എത്തുന്ന പോലീസുകാരെയും നമ്മൾ സഹായിക്കാറുണ്ട്. എന്നാൽ ഇതിൽ സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ചില പോലീസുകാരെക്കുറിച്ചും പറയാതെ വയ്യ. എറണാകുളം കുറുപ്പുംപടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാൻ ഇടനിലക്കാരായി നിന്ന് കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലിയുടെ ഒരു വിഹിതം ഗുജറാത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിന് പിന്നാലെ കുറുപ്പുംപടി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഇടനിലക്കാരായി നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലെ തുടർന്നാണ് കുറുപ്പംപടി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഗ്രേഡ് SI റൌഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഫീഖ്, ഷക്കീർ, സഞ്ജു എന്നിവർക്കെതിരെയാണ് നടപടി. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പ്രതികളിൽ നിന്ന് വാങ്ങിയ 6.6 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയും കുറുപ്പംപടി സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ പങ്കിട്ടെടുക്കുകയായിരുന്നു. ഗുജറാത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഗുജറാത്ത് പോലീസിലെ 2 ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതികൾ കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഗുജറാത്ത് പോലീസ് പ്രാദേശിക പോലീസിന്റെ സഹായം തേടി. സ്റ്റേഷനിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ ഗുജറാത്ത് പോലീസിനൊപ്പം അന്വേഷണത്തിനായി പോയി. പ്രതികളെ കണ്ടെത്തിയതോടെ കുറുപ്പംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായി മാറി. അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി 2 പ്രതികളിൽ നിന്നുമായി 3.3 ലക്ഷം രൂപ വീതം വാങ്ങി. ഇതിൽ നിന്ന് ഗുജറാത്ത് പോലീസുകാർക്ക് 30,000 രൂപ വീതം നൽകി. ബാക്കി 6 ലക്ഷം രൂപ കുറുപ്പംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് വീതം വെച്ചുവെന്നാണ് കണ്ടെത്തൽ. അത്യന്തം രഹസ്യമായി നടത്തിയ ഈ പണമിടപാട് രഹസ്യാന്വേഷണ വിഭാഗമാണ് കണ്ടെത്തിയത്. ഈ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കൈമാറിയതോടെയാണ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി പുറത്തായത്. പ്രാഥമിക അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതായി സ്ഥിരീകരിച്ചിരുന്നു. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് 18 പെരുമ്പാവൂർ. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. പണവും കൈക്കൂലിയും കൊടുത്താൽ ഏത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥ. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇടനിലക്കാരാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ് ഡെപ്യൂട്ടി ഡയറക്ടർ P. രാധാകൃഷ്ണനെതിരായ കൈക്കൂലി ആരോപണം. നയതന്ത്ര സ്വർണ്ണക്കടത്തുൾപ്പെടെ വിവാദമായ നിരവധി കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രാധാകൃഷ്ണനെ ഒടുവിൽ സർവീസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. കൈക്കൂലി ആരോപണമടക്കം നിരവധി ആക്ഷേപങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് നടപടി. P. രാധാകൃഷ്ണനെ പുറത്താക്കി കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. നിലവിൽ ജമ്മു കാശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. കഴിഞ്ഞ ജൂണിലാണ് രാധാകൃഷ്ണനെ ശ്രീനഗർ സോണൽ ഓഫീസിലേക്ക് മാറ്റിയത്. സ്ഥലം മാറ്റം ചോദ്യം ചെയ്ത P. രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയും സമീപിച്ചിരുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന P. രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ഡയറക്ടറായി ചെന്നൈയിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. വീണ്ടും തിരികെ കൊച്ചിയിലെത്തിയ P. രാധാകൃഷ്ണൻ അന്വേഷണ യൂണിറ്റുകളിൽ ഒന്നിന്റെ ചുമതലയും വഹിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണ ഘട്ടങ്ങളിൽ അന്വേഷണ വിവരങ്ങൾ ചോർന്നതായി വിമർശനമുയർന്നിരുന്നു. ധനകാര്യ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നിർബന്ധിത പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു വ്യവസായിയിൽ നിന്നും പണം തട്ടാൻ ഇടനിലക്കാർ വഴി ശ്രമിച്ചു എന്ന കേസിൽ കൊച്ചി സോണൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ്. പല കേസുകളും പണം വാങ്ങി ഒതുക്കുന്നു എന്ന ആക്ഷേപമാണ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിരുന്നത്. സമാനമായ ആരോപണം തന്നെയാണ് P. രാധാകൃഷ്ണനെതിരെയും ഉന്നയിച്ചത്. ഇതിൽ ED തന്നെ അന്വേഷണം നടത്തിയിരുന്നു. EDയുടെ കണ്ടെത്തലിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടിയിലേക്ക് കടന്നത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലേ.
നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തമ്മിൽ സൗഹൃദം പുതുക്കാനും സല്ലപിക്കാനുമൊക്കെയാണ് ഇതുപോലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകൾ. എന്നാൽ പല ഗ്രൂപ്പുകളും സാമൂഹ്യ വിപത്തായി മാറുകയാണ്. സൗഹൃദ സംഭാഷണത്തിന് രൂപീകരിച്ച ഗ്രൂപ്പുകൾ വഴി ഭീഷണിപ്പെടുത്തലും അസഭ്യവർഷവുമൊക്കെയുണ്ട്. കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്ന് ആരോപിച്ചാണ് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബേക്കൽ സ്വദേശി അബ്ദുൾ റഹ്മാനെ ആക്രമിച്ച കേസിൽ നാട്ടുകാരൻ കൂടിയായ അസീസാണ് പിടിയിലായത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത്. ഹദാദ് നഗറിലെ അസീസിനെയാണ് ബേക്കൽ SI T അഖിൽ അറസ്റ്റ് ചെയ്തത്. ബേക്കൽ ഹദാദ് നഗറിലെ മുഹമ്മദ് ഷാനിദ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. പ്രതിക്കെതിരെ നേരത്തെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അടിവയറ്റിലും പുറത്തും തോളിലും നെഞ്ചിലും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ഹദാദ് നഗറിലെ വലിയ പള്ളി എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തി കുത്തിയെന്നാണ് പരാതി. ഗോൾഡ് ഹിൽ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതിയെ ചീത്ത വിളിച്ചുവെന്നാരോപിച്ചാണ് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കാലം. 2008 ഡിസംബർ 31 തലശ്ശേരി തലായിയിൽ ഭീതി പരത്തിയ ഒരു കൊലപാതകം ഇപ്പോഴും ഭയത്തോടെയാണ് പലരും ഓർക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ലതേഷിനെ ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷമാണ് RSS പ്രവർത്തകർ വെട്ടിക്കൊന്നത്. ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച ലതേഷ് കൊലക്കേസിൽ 17 വർഷത്തിന് ശേഷം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. പ്രതികൾ 1,40,000 രൂപ വീതം പിഴ കൊടുക്കണമെന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ഡിസംബർ 31 വൈകിട്ട് 5:30 തലായി കടപ്പുറത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. ഈ കേസിലാണ് RSS BJP പ്രവർത്തകരായ P സുമിത്, KK പ്രജീഷ്, B നിധിൻ, K സനൽ, സ്മിജോഷ്, സജീഷ്, B ജയേഷ് എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 9 മുതൽ 12 വരെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം 35 വർഷം തടവും 1,40,000 രൂപ പിഴയുമാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സാക്ഷികളെ RSസുകാർ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയിട്ടും പ്രതികൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാനായെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PK വർഗീസ് പറഞ്ഞു. പ്രോസിക്യൂഷൻ്റെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് കോടതിയോട് ആവശ്യപ്പെട്ടോ ആ ചാർജ് ഷീറ്റ് പറയാനുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1 മുതൽ 7 വരെ പ്രതികളെ സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഓരോ പ്രതിയും 50,000 രൂപ പിഴയും. പിന്നെ ഇതിനകത്ത് 7ാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന്, അതായത് 307 വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളെയും 10 വർഷം തടവും ഓരോ പ്രതിയും 20,000 രൂപ പിഴ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് പ്രതികൾ നടത്തിയതെന്നും ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ലതേഷിന്റെ സഹോദരി സോണിയ പ്രതികരിച്ചു. മഴു, വടിവാൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ലതേഷിന്റെ ശരീരത്തിൽ 25 ആഴത്തിലുള്ള മുറിവുകളേറ്റെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ലതേഷിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരെ CPMലേക്ക് എത്തിച്ചതിലുള്ള പ്രതികാരമായിരുന്നു കൊലപാതകം. ന്യൂസ് 18 കണ്ണൂർ. വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഒന്നില്ലെങ്കിൽ അതിനെ കെട്ടിയിട്ട് വളർത്തണം, ഇല്ലെങ്കിൽ പണി പിന്നാലെയുണ്ടെന്ന് ഓർത്തോണം കേട്ടോ. തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥിനിയെ നായ കടിച്ച സംഭവത്തിൽ നായ്ക്കളുടെ ഉടമയ്ക്കെതിരെ കേസെടുത്തു. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് ശ്രീകാര്യം പോലീസിന്റെ നടപടി. മൺവിള സ്വദേശിനി അന്ന മരിയയ്ക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
2 പട്ടികൾ ഓടി വന്ന് ആദ്യം ഇവളുടെ മുടിയിൽ പിടിച്ചു, ഇവള് ബാഗിട്ട് അടിച്ചു. എന്നിട്ട് അപ്പോൾ അടുത്ത പട്ടി എന്ന് എൻ്റെ പുറത്തോട്ട് ചാടി. അപ്പം ഞാൻ വീണിട്ട് ഈ പട്ടി കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ വിളിച്ചു. അപ്പോൾ അവൾ ബാഗിട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് കല്ലൊക്കെ ഇട്ട് എറിയാൻ നോക്കി. അത് വിട്ടിട്ട് എൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് മേളിലോട്ട് കയറി. അപ്പോഴത്തേനും ഞാൻ മാറ്റിയായിരുന്നു. അത് എന്നിട്ട് എൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് മാന്തി. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ പിടിച്ച് മൂക്കുമൊക്കെ ആയിട്ട് ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വായിൽ കൂടെ ഇതിൻ്റെ ദശയും ഈ ബ്ലഡും എല്ലാം കൂടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങി വരവെ ശ്രീകാര്യം പോങ്ങുമൂട് വെച്ച് 2 വളർത്തുനായ്ക്കൾ ചേർന്ന് വിദ്യാർത്ഥിനിയെ ആക്രമിക്കുകയായിരുന്നു. ഒരു കുട്ടി ബാഗ് കൊണ്ടടിച്ച് നായ്ക്കളെ പ്രതിരോധിച്ചു. അതേസമയം അന്ന നിലത്ത് വീണതോടെ കാലിൽ നായ കടിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ നിലവിളി കേട്ട് എത്തിയ നാട്ടുകാരാണ് കുട്ടിയെ രക്ഷിച്ചത്. നാട്ടുകാർ അടിച്ചിട്ടും കടിവിടാൻ നായ്ക്കൾ ആദ്യം തയ്യാറായിരുന്നില്ല. കാലിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകി. ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ നിലയിൽ ആഴത്തിലുള്ള മുറിവുകളാണ് കുട്ടിയുടെ കാലിലുണ്ടായത്. അക്രമകാരികളായ നായകളെ ഉടമ അലക്ഷ്യമായി അഴിച്ചുവിട്ടതാണ് സംഭവത്തിന് കാരണമായതെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. എൻ്റെ മോളുടെ ലൈഫിൽ അംബിഷൻ ഉണ്ടായിരുന്നു. ആ അംബിഷൻ വെച്ച് ഫിസിക്കൽ ടെസ്റ്റും ഒക്കെ ആവശ്യമുള്ളതാണ്. അതൊരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് അവൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യം അങ്ങനത്തെ സ്കാറും കാര്യങ്ങളും ഉള്ളപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ഇനി വിജയിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ ആയപ്പോൾ ആൾക്ക് നല്ല മുറിവായിരുന്നു. നല്ല സെഡേഷൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ആൾക്ക് അത്രയും വേദന ഫീൽ ചെയ്തില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ മോളുടെ ഡ്രസ്സ്, അവർ തന്ന ഡ്രസ്സ് അതോടുകൂടി ഞാനിവിടെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അതെടുത്ത് കയറിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് നോക്കിയപ്പം ചങ്ക് തകർന്നു പോയി. കാര്യം എൻ്റെ മോളുടെ ഫ്ലഷ് പിഞ്ഞ് അതിനകത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഫോട്ടോ എടുത്തു പോലീസിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോലീസ് വന്നു മൊഴിയെടുത്തു. അപ്പോൾ ആ ഡ്രസ്സെല്ലാം കൂടെ കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോങ്ങുമൂട് ബാപ്പുജി നഗർ സ്വദേശി കബീറിനെതിരെ കുട്ടിയുടെ പിതാവ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈന്യത്തിലും മറ്റും ഉപയോഗിക്കുന്നതിനാണ് ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് വ്യവസായി ഡി മണിക്ക് ക്ലീൻ ചിറ്റ്. മണിക്ക് കേസിൽ പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. വിദേശ വ്യവസായിയുടെയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 8 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇയാൾക്ക് കേസിൽ നേരിട്ട് പങ്കില്ലെന്ന നിഗമനത്തിൽ SIT എത്തിയത്. എന്നാൽ മണിയുടെ യാത്രാരേഖകളും ബാങ്ക് ഇടപാടുകളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.